അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ വന്നപ്പോൾ മണ്ണാർക്കാട് ഇപ്പോൾ എന്താ ആശുപത്രി പടിയിൽ ഉമ്മാരി തിരക്ക് കരുതി. അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തൊക്കെ കച്ചറയാണ് സംഭവം. അങ്ങനെയെങ്കിലും മണ്ണാർക്കാട് ആശുപത്രിപ്പടി ആൾക്കാർ കൂടുന്നുണ്ട്. ഇതെന്താവും? അപ്പോൾ കുറേ മുന്നേ അടി കഴിഞ്ഞോ അത്രേ, നല്ല അടി കഴിഞ്ഞോ ഇവർ രണ്ടാളും കൂടി എന്നാണ് പറയണത്. എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ പോലീസ് വന്നിട്ടുണ്ട്. അയ്യോ, എല്ലായിടത്തും ഉണ്ടോ, ഇവിടെ മാത്രമല്ല. പക്ഷേ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നിലാണ്. അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ പഠിപ്പിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടോ വരികയല്ല. നമ്മുടെ ലോകം, നമ്മുടെ കാലം, നമ്മുടെ കേരളം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശുപത്രിപ്പടി വെച്ച് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു സന്ദർഭം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ചുറ്റും നോക്കാനാണ് ആൾക്കാർ. അപ്പോൾ ഞാനിത് അവിടെ കാണിച്ചു തരാം കേട്ടോ, ഒന്നും തോന്നരുതേ. അതവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവിടെ ആൾ നടന്നു വരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ശരിക്കും ഒരു യാചകൻ്റെ ഒരു ലുക്കാണ്. പക്ഷേ അവരിപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വാർത്തകൾ നടന്നിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അത് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുക. കാരണം ഇത്രയും ദിവസം നമ്മുടെ കേരളത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ദഹിച്ചില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അവർ ആദ്യം ഒരാൾ ഒരു കാര്യം വിമർശനമായിട്ട് വരും. രണ്ടാമത്തെ ആൾ വന്നിട്ട് പറയും അതിനെ പറ്റി പറയും, ഞാൻ അങ്ങനെ പറയും, ഈ അങ്ങനെ പറയായിരുന്നു എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വേറെ. ചിലപ്പോൾ ആർക്കാ നിർത്തിയിട്ട് ആൾക്കാർക്കാ വണ്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് റോഡിലെത്തി. നമുക്ക് ഈ ലോക്കലിനുള്ളൂ, ഈ ലോക്കലായ ആൾക്കാർക്ക് ലോക്കൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കലാണ്, എല്ലാവർക്കും ലോക്കലാണ്. കാരണം അതിപ്പോൾ ഇത് തുറന്ന് പറയല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ ഒരു 2 വയസ്സായ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കൈയാട്ടിയപ്പോൾ ഞാൻ നിർത്തി. ഇനിയിപ്പോൾ നാട്ടിലേക്കാണോ ഇനി വേറെ എങ്ങടെയെങ്കിലും ആണോ, വേറെ എങ്ങടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ 30 രൂപ വാങ്ങിക്കും മിനിമം ചാർജ്. അപ്പോൾ അവർക്ക് ആവശ്യം നടക്കും, നമുക്ക് നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ അപ്പോൾ എന്താടാ ഇങ്ങനെ ഞങ്ങളെ അത് കൊണ്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കൊണ്ടേക്ക്, എന്താ എനിക്ക് ഈ കാര്യം ചോദിച്ചു. അപ്പോൾ നിവൃത്തിയില്ലാതെ അവർ കയറി. ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു, 30 ഉറുപ്പിക തന്നു. അപ്പോൾ എന്താണ് നമ്മളൊക്കെ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാത്തിനും നമുക്ക് കൂലി വേണം, പൈസ വേണം, എന്തിനും പൈസ വേണം. നമ്മൾ എന്താണോ നമ്മൾ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് അതിൽ നമ്മൾ കൂലി തീർച്ചയായിട്ടും കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞാൽ വണ്ടി ഇല്ലാതെ നടന്നു പോവുകയാണെങ്കിൽ, ഞാനവരെ തോളിലേറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോഴും എനിക്ക് കൂലി വേണം. എനിക്ക് പറഞ്ഞാൽ ഞാനവരെ ഏറ്റി കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നമുക്ക് കൂലി വേണം. അപ്പോൾ കൂലിയായിട്ട് ചിലപ്പോൾ ഗ്ലാസ് വെള്ളമാവും ചോദിക്കുക. അപ്പോൾ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഡീസൽ വേണമല്ലോ. നല്ല ബ്ലോക്കാണ് കേട്ടോ. 11 മണിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കൈ കൊണ്ട് ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ സൈലൻ്റായിട്ട് അവിടെ നിർത്തി കൊടുക്കുക. അതാണ് ഡ്രൈവിങ്ങിൽ ഏറ്റവും വലിയ ബഹുമാനം, മഹത്വം. നമ്മളിപ്പോൾ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ പോവുകയാണെങ്കിൽ നിർത്തിത്തരേയില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തൊരു ധൃതിയാണ്, എന്തൊരു പരിഷ്കാരമാണ് ഈശ്വര. ഞാൻ അങ്ങനെ ആലോചിക്കാനേ ഞാൻ നിർത്തി കൊടുക്കാറുണ്ട്. ഇടത്തേക്കോ വലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പോയിട്ട് ഒരു ധൃതി ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ധൃതി ആരും കാണാനില്ലേ, അതല്ലേ സംഭവം. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു കാര്യമില്ല സംഭവം. അപ്പോൾ നമുക്കിപ്പോൾ ശരീരങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് ദാഹം തോന്നും.
ദാഹം തോന്നുമ്പോൾ നമുക്ക് വെള്ളം വേണം. അത് ശരീരത്തിൻ്റെ ഘടന. നേരെ മറിച്ച് വണ്ടി ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഡീസൽ, എണ്ണച്ചെലവ്, ഓയിൽ ചെലവ്, അങ്ങനെ പല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടുന്നും എന്താ വേണ്ട അറിയോ, അനുഗ്രഹമാണ് വേണ്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് പിന്നെ പൈസയുടെ കാര്യം നമുക്ക് അത്യാവശ്യമാണ്. പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊന്നും ഒരു വില ഉണ്ടാവില്ല. പൈസ വേണം. മണി ഈസ് പവർ. അല്ലേ, കൂലി ജോലി നാടും ഒന്നുമില്ല. പൈസ ഇല്ലാത്തവരൊന്നും ചിരിക്കും കൂടിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് പറഞ്ഞാൽ കൂട്ടി പറഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരും കൂടി സ്വയം പിന്നെ കുറ്റം പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പറയുന്നവരുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. സർക്കാരിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ന്യൂസിൻ്റെ ആൾക്കാർ, കേരളത്തിലെ ന്യൂസുകാർ ശ്രീനഗറിന്ന്, അതായത് യുദ്ധം നടക്കുന്ന പോന്നിട്ടില്ല. അവരിപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വാർത്തകൾ നടന്നിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അത് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുക. കാരണം ഇത്രയും ദിവസം നമ്മുടെ കേരളത്തിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ന്യൂസിൻ്റെ ആൾക്കാർ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് ആ ദിവസത്തിൻ്റെ പഴക്കത്തിനനുസരിച്ചിട്ടാണോ, അത് പഴകം തോറും കൂടുന്ന വീഞ്ഞിന് വില കൂടുന്ന മാതിരി, വീഞ്ഞിന് മധുരം കൂടുന്ന മാതിരി കൂടുന്ന വല്ലതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതാണ് ഇവിടെ ഇത്ര തിരക്ക്. ഞാനിവിടെ ഇത്ര ആൾക്കാരെന്താ കൂടിയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി എന്തോ ഒരു കലഹമാണ്. കലഹം എന്ന് പറഞ്ഞാൽ അടി ഉണ്ടായിരുന്നു. സംഭവം വള്ളക്കേസാണ്, തണ്ണിക്കേസാണ്. അപ്പോൾ അവർ ഈ അടക്കയും പിന്നെ പനങ്കുരു ഇതൊക്കെ വിൽക്കുന്ന ടീമാണ്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് തോന്നുന്നുണ്ട്. എന്തായാലും ആൾക്കാർക്ക് പിന്നെ രസം വേറെയാണ്. അവർക്ക് അവരുടേതായ ജോലികളും കാര്യങ്ങളൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ വന്നപ്പോൾ മണ്ണാർക്കാട് ഇപ്പോൾ എന്താ ആശുപത്രിപ്പടിയിൽ ഉമ്മാരി തിരക്ക് കരുതി. അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയത്. അപ്പോൾ എന്തൊക്കെ കച്ചറയാണ് സംഭവം. അങ്ങനെയെങ്കിലും മണ്ണാർക്കാട് ആശുപത്രിപ്പടി ആൾക്കാർ കൂടുന്നുണ്ട്. ഇതെന്താവും? അപ്പോൾ കുറേ മുന്നേ അടി കഴിഞ്ഞെന്നോ, അത്ര നല്ല അടി കഴിഞ്ഞെന്നോ ഇവർ രണ്ടാളും കൂടി എന്നാണ് പറയണത്. എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ പോലീസ് വന്നിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ എന്തായാലും ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ അതാ പോകുന്നുണ്ട്. അതാ അവരാണ് സംഭവം. അതാ കാണാൻ ശരിക്കും ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. എന്താണെന്നുള്ളതൊക്കെ ഇതൊന്നും ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു രസം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാം. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കണ്ട, അല്ല കച്ചറയിൽ പടണ്ടാച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ രസമാണത്. വാട്സപ്പിൽ സ്റ്റാറ്റസ് എങ്കിലും വെച്ചാൽ പൈസയിലും കിട്ടും. പിന്നെന്താ
ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടോ നിങ്ങൾ, ഇതിപ്പോൾ വേറൊരു സാധാരണക്കാരനാണ് വെള്ളമടിച്ചിട്ട് വർത്തമാനം പറയുന്നത് കച്ചറുണ്ടാക്കിയിട്ടിപ്പോൾ എപ്പോഴോ തൂക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ അവരൊരു ആദിവാസി സ്ത്രീകളാണ്, ആദിവാസി ആണ് തോന്നുന്നു. അപ്പോൾ അവർ വേഷം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇവിടെ ഈ കടകളിൽ സാധനങ്ങളൊക്കെ വാങ്ങി പോണ ആൾക്കാരാണ്. എന്നാലും ആൾക്കാർക്ക് ആകാംക്ഷയാണ് എന്താണ് ബസ്സിൽ പോണവരും ഡ്രൈവർമാരും എല്ലാവരും നോക്കിയുണ്ട്. ഈ പറഞ്ഞ് ഞാനും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാട്ടോ വൈകുന്നേരത്തെ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ അവർ ഒഴിവാക്കിക്കാണോ കോംപ്രമൈസ് ചെയ്തിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ അവിടുത്തെ സാറന്മാരെന്തൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവുന്നത്. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊന്നാരായിട്ടാണ് കൂടുന്നത്. ഇപ്പോൾ ഭർത്താവ് തല്ലി, ഇല്ലെങ്കിൽ ഭാര്യ തല്ലി, പൈസയുടെ പ്രശ്നമാവും, ഇല്ലെങ്കിൽ വെള്ളം ഈ സാധനം ചിലപ്പോൾ എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. അവർ മദ്യപിക്കുന്ന ടീമാണ്. അവരെ കോലം കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്തായാലും ഇന്നത്തെ അവരെ സാന്ത്വനിപ്പിച്ച ഒരു കാര്യമില്ല. അതാ പോണു. വേറെ ഏതോ ചങ്ങായി അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ മതിയെന്ന്. നമ്മുടെ നാടിന് ഇങ്ങനെ തന്നെ നമ്മുടെ നാട് പോവുള്ളൂ. നമ്മുടെ നാടിലെ അവസ്ഥയാണിത്. അല്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും ഏകദേശം ചെറിയൊരു പൂരത്തിൻ്റെ ഈ ആൾക്കാരുണ്ട്, ചെറിയൊരു പൂരത്തിൻ്റെ ഇപ്പോൾ പകുതി പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പോയി. ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ വന്നത് വെറുതെ പാവങ്ങളിലെ. ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കാൻ ഒരു സമയം കിട്ടുന്നുണ്ടാവില്ലേ? ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഓരോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഇതിനൊക്കെ പറയാനേ. ഞാനാണെങ്കിൽ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ വെറുതെ ഇറങ്ങിയെന്ന് മാത്രം. അവിടെ വേറൊരു കാര്യം പറഞ്ഞു, ഇതെന്തോ ആയിക്കോട്ടെ, ഇവിടെ ഈ ബസ്സുകളിൽ നിർത്തിയിട്ട് ആളുകളെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വെള്ളവരുടെ ഇങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടാണ് അധികം പ്രൈവറ്റ് ധൃതി കോഴിക്കോട് പാലക്കാട് ബസ്സൊക്കെ അധികം ഈ വെള്ളവരുടെ നടുവിലാണ് നിർത്തിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ് ചെയ്യണ മാതിരി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ തുടക്കം തൊട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഒരു ബാരിക്കേഡ്, ഒരു 3-4 ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത്തോളം കാലം ഇവിടുത്തെ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനാണ് കേട്ടോ ഈ മാതിരി ബ്ലോക്ക് വന്നത്. അപ്പോൾ ഇന്ന് പൊതുവേ നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു 3 സെക്കൻഡ് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ഒറ്റ വണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് പിന്നാലെ ഇങ്ങനെ മുന്നിക്ക് കയറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ബ്ലോക്കിൻ്റെ തുടക്കം വരുന്നത്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഈ മണ്ണാർക്കാട് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഒന്ന് മാറ്റപ്പെടുത്തേണ്ടത് ട്രാഫിക്കിൻ്റെ. അവിടുന്ന് ഒരു ലോറി വരുന്നുണ്ട്, ആ ലോറിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്നുണ്ട് ഒരു വാഹനം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാഫിക്ക്. അപ്പോൾ അവിടെ പ്രശ്നം വരികയാണ്. അപ്പോൾ ബ്ലോക്ക് ഒന്നും കൂടി കൂടും. അപ്പോൾ അവിടുന്ന് മുന്നിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒന്ന് ഇതേപോലെ ഒഴിഞ്ഞ റോഡുകളായിട്ട് ഒരേ ലൈനിൽ പോണ മാതിരി വാഹനങ്ങളെ ആക്കി തീർക്കുക. എന്തായാലും അപ്പോളേ നമ്മളിപ്പോൾ എവിടെ നിൽക്കണ അറിയോ? പള്ളിപ്പടിയാണ്. അതായത് പോലീസ് സ്റ്റേഷൻ്റെ താഴെയുള്ള പള്ളിപ്പടിയും ബാങ്ക് ജംഗ്ഷനും കൂടി. ഇപ്പോൾ പുതിയ പേരാണ് ബാങ്ക് ജംഗ്ഷൻ എന്ന്. അപ്പോൾ നന്ദലത്ത് ജി മാർട്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ 7 മണി ആയിട്ടോ, 7-7:15 നല്ല രസമാണ് ഇങ്ങനെ. ഇവിടെ വൈകുന്നേരത്തെ ഒരു മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. വണ്ടികൾ വരുന്നത് ഇങ്ങനെ കാണുക. ബസ്സിലാണെങ്കിൽ ബസ്സിലെ യാത്രക്കാരെ നോക്കുക. ഇനിയിപ്പോൾ അവർ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഒന്ന് പുഞ്ചിരിക്കുക. രാത്രിയാണെങ്കിൽ പകലാണെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെ പറയണമെന്നും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടൊന്നും നമ്മളിപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ.
പക്ഷേ മഴ മാത്രം പെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്നാണാവോ മഴ വരിക. അപ്പോൾ ഒന്ന് നല്ല ബ്ലോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്ക് വരാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ബാഗ്, പെൻസില്, പുസ്തകം, ചെരുപ്പ്, വാച്ച്, ടിഫിൻ ബോക്സ്, ബാഗ്, അത് പുതിയ പുതിയ വെറൈറ്റി ബാഗുകൾ വേണം. അപ്പോൾ മാതാപിതാക്കളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് അവർക്ക് പഠിക്കാനുള്ളൊരു ഉത്സാഹം കൂടി ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു സർവേ നടത്തേണ്ടതാണ്. അത് വീട്ടിൽ തന്നെയാണ് സർവേ നടത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതാപിതാക്കളെ ആരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണല്ലോ. അപ്പോൾ എല്ലാവരും പൊക്കി പറയണം. പൊക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളോട് പകയാവും. അപ്പോൾ ഇതൊക്കെ എത്ര ഇടങ്ങാറായി. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുടെ കാര്യം തന്നെ എടുത്തു പറയാം, മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതെന്നല്ല. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ചിലപ്പോൾ ചിലവരൊക്കെ രാത്രി 1 മണിക്കൊക്കെയാണ് പോകല്. അതും നമ്മുടെ മക്കൾ പഠിച്ചോട്ടെ, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ഡ്രസ്സിട്ട്, നല്ല രീതിയിൽ ബാഗിട്ട്, ഒരു വാച്ചൊക്കെ കെട്ടി അവർ നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഉറക്കുളച്ചിട്ടൊക്കെ പോണവരുണ്ട്. രാത്രിയൊക്കെ മണ്ണാർക്കാട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടുന്നുണ്ട്. കോടതിപ്പടി, ബസ് സ്റ്റാൻഡിലും അതേപോലെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല. പക്ഷേ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ പഠിപ്പിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടോ വരികയല്ല. നമ്മുടെ ലോകം, നമ്മുടെ കാലം, നമ്മുടെ കേരളം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശുപത്രിപ്പടി വെച്ച് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു സന്ദർഭം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ചുറ്റും നോക്കാനാണ് ആൾക്കാർ. അപ്പോൾ ഞാനിത് അവിടെ കാണിച്ചു തരാം കേട്ടോ, ഒന്നും തോന്നരുതേ. അതവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവിടെ ആൾ നടന്നു വരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ശരിക്കും ഒരു യാചകൻ്റെ ഒരു ലുക്കാണ്. പക്ഷേ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവും ഒരു കാലം, അയാൾക്കുണ്ടാവും ഒരു ചിത്രം പിന്നിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനും നമ്മളിപ്പോൾ എത്ര വലിയ മുതലുണ്ടായിട്ടും എത്ര വലിയ അധികാര പദവി ഉണ്ടായിട്ടും ഒരു പ്രയോജനമില്ല. ഞാനിപ്പോൾ ബഹുമാനിക്കാനോ ബഹുമാനിക്കപ്പെടാനോ വേണ്ടിയിട്ട് പറയില്ല. ഞാൻ എൻ്റെ ഒരു അവസ്ഥയും കൂടി ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൂടാന്നില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളിപ്പോൾ വലിയ വില കൂടിയ കാറുകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, വില കൂടിയ വാച്ച്, വില കൂടിയ മൊബൈൽ, പക്ഷേ എല്ലാതും ഒരൊറ്റ സമയം തന്നെയാണ് കാണിക്കുന്നത്. എല്ലാതും ഒറ്റ ചിത്രങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാതും ഒറ്റ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സ് ഏറ്റവും വലുതായി കഴിഞ്ഞാൽ അതന്നെയാവും നമ്മുടെ ഏറ്റവും വലിയ ഒരു ലോകം, ഒരു എന്താ പറയുക, അതന്നെ. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറമൊന്നും പറയണ്ട. അപ്പോൾ ഞാൻ ആ വൃദ്ധൻ്റെ കാര്യം ആലോചിക്കുകയാണ്. നാളെ ചിലപ്പോൾ നമുക്കും ഇതേപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. അതായത് നമ്മൾ പഴയ നടന്നു വന്ന വഴികൾ, നമ്മൾ ഒപ്പം നടന്ന കൂട്ടുകാർ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേ എന്നാലും അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സഹതാപം ചെറുതായിട്ട്. അപ്പോൾ ഒരു 10 രൂപ ചോദിച്ചു എൻ്റെ അടുത്ത്, സാപ്പിടാൻ എന്തെങ്കിലും വേണമെന്ന്. പക്ഷേ അത് ഞാൻ കൂമ്പോ കൊടുക്കും. ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. അപ്പോൾ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മണ്ണാർക്കാട് നഗരസഭ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോകുമ്പോൾ കാണാം. അപ്പോൾ വ്യാജക നിരോധിത മേഖല എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ യാചകന്മാരാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണം കൂടി നിങ്ങളോട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഈ കാര്യം കൂടി പറയുന്നത്. അപ്പോൾ അത് ഒരു യാചന തന്നെയാണ്. നമ്മൾ നമുക്ക് ശ്വസിക്കുന്നതും കൂടി മറ്റാളെ ഔദാര്യമാണ്. അതുകൂടി നമ്മൾ യാചിക്കുകയാണ് ചില സമയത്ത്. നമ്മളെന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടോ, ഒരു നിമിഷത്തെ ശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഈ ദൈവത്തിനോട് നമ്മൾ ദൈവമേ എന്നല്ലേ വിളിക്കുക. അപ്പോൾ അച്ഛ, അമ്മ, ചേട്ടാ എന്നൊന്നും അല്ലല്ലോ വിളിക്കുക, കാമുകീനി എന്നല്ലല്ലോ നമ്മൾ വിളിക്കുക, നമ്മൾ ദൈവത്തിനല്ലേ വിളിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു യാചനയാണ്, ജീവിതം പോലും. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ചിലർ പറയും അണക്കൊന്നും ഒരു ഒലക്കി അറിയില്ല, അണക്കൊന്നും അറിയില്ല. ശരിയാണ്, എനിക്കൊന്നും അറിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ സുരാജ് ഒരു സിനിമയിൽ, ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അതെനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരി തന്നെയാണ്. അത് ചെറുപ്പത്തിലത്തെ കാര്യമൊന്നും ഇനി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ സെല്ലിയും അതൊന്നും വാങ്ങുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചില അവസ്ഥ അങ്ങനെയാണ്. എന്തായാലും വൈകുന്നേരത്തെ കാഴ്ചകളാട്ടോ.
നാട്ടിലൊന്നും ഒരു ഓട്ടം എന്ന് പറയുന്നില്ല, വെറുതെയാണ്, ഒരു ഓട്ടമില്ല. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടുത്തെ സ്വറവറിയാം, ഇവിടുത്തെ സ്വറവറിയാം, എന്താ ചെയ്യാൻ. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറട്ടെ, നമ്മളൊക്കെ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതവിടെ നമ്മുടെ ക്യാമറ തിയേറ്റർ നിങ്ങളെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നൊക്കെ സൂപ്പറായിട്ട് കാണാം, എത്ര ഇഞ്ച് ഇതിലാണ് അതുള്ളത്. അപ്പോൾ റോഡ് കൂടെ പോകുമ്പോൾ നിങ്ങൾ പരമാവധി നല്ലോണം ശ്രദ്ധിച്ചോളുണ്ടു. പിന്നെ ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അത് അവർ നോക്കുന്നുണ്ടാവും, നോക്കാതെ ഒരിക്കലും ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് കെയർഫുൾ ആക്കിയിട്ട് എന്തായാലും പോവുക. അത് മാത്രമാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ജീവിതം അടിപൊളിയാക്കുക, ഹാപ്പി ആവുക. അപ്പോൾ ഇനി ഞാൻ വേറെ ഒന്നും പറയാനില്ലല്ലോ.